ആ രാജാ, എന്നോട് വിശേഷം? നീ വല്ലാണ്ടായി ക്ഷീണിച്ചു പോകാനോ? വയ്യണ്ടായടോ. എന്തു പറ്റി? ഈ ചുമ അങ്ങോട്ട് മാറുന്നില്ല. എന്നാൽ പിന്നെ നല്ല നല്ല ഡോക്ടർമാരെ കാണിച്ചുകൂടെ? അവിടുത്തെ മരുന്നുണ്ട്, ഈ പൊടിയുടെ അലർജിയാ. ആ, കൺസെഷൻ ഫീൽഡിലല്ലായിരുന്നോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എവരെല്ലാം ഗൾഫിൽ തീർന്നു. ഇനിയിപ്പോൾ നാട്ടിൽ. ഗൾഫുകാരുടെ എല്ലാ അനുഭവം ഇത് തന്നെയാണ്. നീ ഇനി തിരിച്ചു പോകുന്നുണ്ടോ? പോകാതിരിക്കാൻ പറ്റുമോ? അത് ശരിയാ, പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇടവേ, നിനക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് റിട്ടയർമെന്റ് ഇങ്ങനെ അടിച്ചു പൊളിക്കുമല്ലേ. അപ്പേ ഞാൻ ഇറങ്ങാണേ. ആ, മോ പോയിട്ട് വാ. അപ്പയുടെ പതിവ് കിട്ടിയില്ല. നീ എന്നെ കൊച്ചു കുട്ടിയാണോ? നിനക്കെന്നെ പറഞ്ഞാൽ മനസ്സിലാവല്ലേ? അപ്പേ ഞാൻ അടുത്ത ആഴ്ച വരാം. സൈച്ചായ, അപ്പയോട് പറഞ്ഞാൽ കേൾക്കുകയില്ല. അതുകൊണ്ടാ നല്ലൊരു ഡോക്ടറെ കാണാൻ പറ അപ്പയോട്. അത് ഞാൻ സെറ്റാക്കാം മോളെ. ആ അജി, നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ? ഇപ്പൊ കെട്ടിയോൻ കൂടെ ഇല്ലേ? സജി എന്നാ പോന്നേ? ആ, 1 മാസത്തെ ലീവ് ഉണ്ട്. അങ്ങനെയാ കുടുംബം നോക്കുന്നവര്. നീ എന്താടി അങ്ങനെ പറയുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഓരോന്ന് വരുത്തി വെച്ചിട്ട്. എന്ത് വരുത്തി വെച്ചെന്ന്? ഈ കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടവനാ ഞാൻ. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഗൾഫുകാരവിടെ ഭയങ്കരമായിട്ട് അങ്ങ് സൂഹിക്കുകയാണ്. ഇവിടുത്തെ 3 ഇരട്ടി ചൂടാ അവിടെ. ചിലപ്പോൾ തളർന്നു വീഴും, തിരിച്ചു പോരാൻ തോന്നും, പോരില്ല. അതെന്താണെന്നറിയാവോ? നമ്മളെ പ്രതീക്ഷിച്ചൊരു കുടുംബം നാട്ടിലുണ്ട്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, പിന്നെ വീടിൻ്റെ ബാധ്യത. അതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ? അത് ശരിയാ. എന്നും കഷ്ടപ്പെടാൻ ഞങ്ങൾ മാത്രമുണ്ടല്ലോ. സജി 1 മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകൂലോ. ഇവിടെ അങ്ങനെയല്ലല്ലോ. സാരമില്ലടോ, നമ്മളൊക്കെ വെറും പൊന്മുട്ടിനും താറാവുകളാണ്. വരവ് നിന്നാൽ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഈ കുടുംബത്തിന് വേണ്ടി എൻ്റെ യൗവനം മുഴുവൻ ഹോമിച്ചവനാ ഞാൻ. ഇപ്പോൾ ഒരു കൊടിച്ചുപട്ടിയുടെ വില പോലുമില്ല. സാരമില്ലടോ, ഇത് നമ്മൾ സഹിച്ചല്ലേ മതിയാവൂ. അയ്യോ, ചായയും കാപ്പിയൊന്നും വേണ്ട, ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് തന്നേക്ക്. അങ്ങനെ കുടിക്കണ്ട, പഞ്ചസാരക്കൊക്കെ നല്ല വിലയാ.